Good morning everyone. നമുക്ക് അപ്പോൾ ഇന്ന് ഹൗസ് പ്രോപ്പർട്ടിയുടെ അത്യാവശ്യം അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉള്ള ഒരു പ്രോബ്ലം ചെയ്യാം. അത്യാവശ്യം എല്ലാ അഡ്ജസ്റ്റ്മെന്റും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് മിസ് എടുത്തേക്കണേ. Question number 2. Mr. B owns a house property at Kochi. It consists of 3 independent units. അപ്പോൾ ഒറ്റ ഹൗസ് പ്രോപ്പർട്ടിനെ 3 ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ടാണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 3 സെപ്പറേറ്റ് ഹൗസ് പ്രോപ്പർട്ടി ചെയ്യുന്ന പോലെ പ്രോബ്ലം ചെയ്യുക. And information about the property is given below. Unit 1 own residence self occupied ആണ്. Unit 2 let out ആണ്. Unit 3 own ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തിയറി നോക്കുക. ഓൺ ബിസിനസിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ നോട്ട് ടാക്സബിൾ, അത് എക്സംപ്റ്റഡ് ആണ്. യൂണിറ്റ് 2 ലെറ്റ് ഔട്ട്. ലെറ്റ് ഔട്ട് എന്ന് പറയുമ്പോൾ MRV FRV കമ്പയർ ചെയ്യുക, ഹയർ സെലക്ട് ചെയ്യുക, SRV കമ്പയർ ചെയ്യുക, ലോവർ സെലക്ട് ചെയ്യുക, ആക്ച്വൽ റെന്റും അൺറിയലൈസ്ഡ് റെന്റ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആക്ച്വൽ റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക, ആൻഡ് അതിൽ നിന്ന് ഹയർ സെലക്ട് ചെയ്യുക, ഗ്രോസ് ആനുവൽ വാല്യൂ. മുനിസിപ്പൽ ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് കഴിയുക, അപ്പം നെറ്റ് ആനുവൽ വാല്യൂ കിട്ടും. അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 30% കുറയ്ക്കുക. അത് കഴിയുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യുക. അപ്പോഴാണ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇതിന് ലെറ്റ് ഔട്ടിന്. ഇനി നമ്മൾ പഠിച്ചേക്കുന്നത് ഓൺ റെസിഡൻസ് ആണ്. ഓൺ റെസിഡൻസ് എന്ന് പറയുമ്പോൾ നെറ്റ് ആനുവൽ വാല്യൂ 0 ആണ്, ടാക്സബിലിറ്റി ഇല്ല. പിന്നെ അതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. ആകെ കിട്ടുന്ന ഡിഡക്ഷൻ ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ഫോർ ഓൺ പർച്ചേസിനോ കൺസ്ട്രക്ഷനോ വേണ്ടി എടുത്തേക്കുന്നതാണ്. അതും മാക്സിമം എത്രേ കിട്ടുള്ളൂ? 30,000 കിട്ടുള്ളൂ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. അങ്ങനെ 3 ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആണ് തന്നേക്കണേ. MRV 12,000. ഇപ്പൊ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, MRV 12,000 തന്നേക്കുന്നത് ദ ഹോൾ ഹൗസ് പ്രോപ്പർട്ടിക്കാണ്. നമ്മൾ ആ ഹോൾ ഹൗസ് പ്രോപ്പർട്ടിനെയാണ് ഇവിടെ യൂണിറ്റ് 1, 2, 3 3 ഇൻഡിപെൻഡന്റ് യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ എന്തേ ചെയ്യാവൂ? ഇതിന്റെ എല്ലാം 1/3 പോർഷൻ ആണ് ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് കാണാൻ വേണ്ടി എടുക്കാൻ പാടുള്ളൂ. കാരണം മൊത്തം വീടിനാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നേക്കണത്. നമ്മളിവിടെ ഓരോ കേസ് ചെയ്യുമ്പോഴും ഓരോ സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ടാണ് എടുക്കണേ. അപ്പൊ എല്ലാത്തിന്റെയും 1/3 എടുക്കാനായിട്ട് പാടുള്ളൂ. MRV FRV SRV ആക്ച്വൽ റെന്റ് 3,500 പെർ മന്ത്. അതിൽ തന്നെ അൺറിയലൈസ്ഡ് റെന്റ് ഫോർ 3 months നമുക്ക് ഇനിയും കിട്ടാനുണ്ട്. അപ്പൊ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. റിപ്പയേഴ്സ് 10,000, ഇൻഷുറൻസ് 2,000. ഈ 2 എമൗണ്ടും നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി പ്രോബ്ലത്തിൽ തരുന്നതാണ്. അതൊന്നും നമ്മളിവിടെ എടുക്കേണ്ടതില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രൗണ്ട് റെന്റ് കൊടുക്കണേന്, ഇൻഷുറൻസ് അടയ്ക്കണേന്, റിപ്പയർ അടയ്ക്കണേന്, അങ്ങനെ ഒരു ഹൗസ് പ്രോപ്പർട്ടിക്ക് ഒരു കൊല്ലത്തിൽ വരുന്ന എക്സ്പെൻസുകൾക്ക് എല്ലാം വേണ്ടിയിട്ടാണ് നമ്മൾ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അനുവദിച്ചേക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ഇങ്ങനെ തരുന്ന എക്സ്പെൻസുകൾ ഒന്നും തന്നെ നിങ്ങൾ സെപ്പറേറ്റ്ലി മൈനസ് ചെയ്യണ്ട. ഓക്കെ, അതിന് പകരമായിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% കുറയ്ക്കും. ഈ 2 ഐറ്റം ഇഗ്നോർ ചെയ്തേക്കും. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ മണി ബോറോഡ് ഫോർ പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി 96,000. അത് നമുക്ക് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്കും കുറയ്ക്കാവുന്നതാണ്, ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്കും കുറയ്ക്കാവുന്നതാണ്. പക്ഷേ 96,000 എടുത്തേക്കുന്നത് ഹോൾ ഹൗസ് പ്രോപ്പർട്ടിക്കാണ്. നമ്മൾ ഏതിന് മാത്രം എടുക്കണ്ടോ? ഓരോന്നിനും കാണുമ്പോൾ അതിന്റെ 1/3 മാത്രമേ കൺസിഡർ ചെയ്യണ്ടൂ. ഇനി മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് 14,400. അതും മൊത്തം ഹൗസ് പ്രോപ്പർട്ടിക്ക് അടച്ചേക്കുന്നതാണ്. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് മാത്രമേ നമ്മൾ മുനിസിപ്പൽ ടാക്സ് മൈനസ് ചെയ്യണ്ടൂ. ഡേറ്റ് ഓഫ് കംപ്ലീഷൻ 1/11/2014. ഈ ഡേറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഹൗസ് പ്രോപ്പർട്ടി നമ്മളുടെ ഹോൾ പീരീഡിലേക്ക്, അതായത് നമ്മുടെ പ്രീവിയസ് ഇയറിൽ മൊത്തം റെന്റിന് കൊടുക്കാൻ പാകപ്പെട്ടിട്ടുണ്ടോ, റെന്റിന് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ തരണേ. അപ്പൊ 2014 പണി കഴിഞ്ഞേക്കണ വീടാണെന്ന് പറയുമ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ 19 തുടങ്ങുമ്പോൾ തുടങ്ങി അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അർത്ഥം. നമ്മുടെ പ്രീവിയസ് ഇയറിന്റെ ഇൻ ബിറ്റ്വീനിലാണ് ഈ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ തന്നേക്കണമെങ്കിൽ അത്രയും മാസമല്ലേ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതറിയാൻ വേണ്ടിയിട്ടാണ് ഡേറ്റ് ഓഫ് കംപ്ലീഷൻ തന്നേക്കണേ. കമ്പ്യൂട്ട് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. ഇതാണ് പ്രോബ്ലം. അപ്പൊ നമുക്ക് ഓരോ കേസായിട്ട് ചെയ്യാം. സൊല്യൂഷൻ ആൻസർ ചെയ്ത് തുടങ്ങാം കേട്ടോ. കേസ് 1 ഓൺ റെസിഡൻസ്. അവിടെ നെറ്റ് ആനുവൽ വാല്യൂ നിൽ. അത് നമ്മൾ തിയറി പഠിച്ചിട്ടുണ്ട്. നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അതിൽ നിന്ന് ഡിഡക്ഷൻ ആണ് സെക്ഷൻ 24. അതില് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഏതിന് കിട്ടില്ല?
നെറ്റ് ആനുവൽ വാല്യൂന്റെ 30% ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഇവിടെ നെറ്റ് ആനുവൽ വാല്യൂ തന്നെ 0 ആണ്. അതുകൊണ്ട് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് എന്തില്ല, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമുക്ക് മൈനസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമുക്ക് ഇവിടെ നെറ്റ് ആനുവൽ വാല്യൂ. ഇനി കുറയ്ക്കാവുന്ന ഒരേ ഒരു കാര്യം ഇൻട്രസ്റ്റ് ഓൺ ലോൺ ആണ്. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എത്രയുണ്ടെന്ന് നോക്കാം. 96,000 എന്ന് പറയുന്നത് മൊത്തം വീടിനാണ് അല്ലേ. അതിന്റെ സെൽഫ് ഒക്യുപ്പൈഡ് പോർഷൻ എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ, 3 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്ന വീടിനെ. അപ്പൊ അതിന്റെ 1/3 എന്ന് പറയുമ്പോ എത്ര വരും, നമുക്ക് 32,000 വരും അല്ലേ. 32,000 വരും. പക്ഷെ തിയറിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് വരാവുന്ന മാക്സിമം ഡിഡക്ഷൻ എത്രയാവും, 30,000 പാടുള്ളൂ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ടേക്കൺ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ മാക്സിമം 30,000 രൂപയെ കുറയ്ക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് നമുക്ക് എത്ര വരുള്ളൂ, ഇവിടെ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇത് മാത്രം അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി 30,000, നെഗറ്റീവ് 30,000 വരും കേട്ടോ. കാരണം 0-ന്നല്ലേ മൈനസ് ചെയ്യണേ. നെഗറ്റീവ് 30,000 ആയതുകൊണ്ട് ബ്രാക്കറ്റിൽ അതിന് ലോസ് എന്ന് കാണിക്കും. അപ്പോ സെൽഫ് ഒക്യുപ്പൈഡ് ഹൗസ് പ്രോപ്പർട്ടിക്ക് എപ്പോഴും ലോസ് ആയിരിക്കും. നമുക്കിനി കേസ് 2 ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടി നോക്കാം. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം നോക്കാം കേട്ടോ. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടു, നമുക്കിവിടെ MRV, FRV, സ്റ്റാൻഡേർഡ് റെന്റ് ഒക്കെ തന്നേക്കുന്നത് ഹോൾ ഹൗസ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ആ ഹോൾ ഹൗസ് പ്രോപ്പർട്ടിനെയാണ് 3 യൂണിറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മുടെ ലെറ്റ് ഔട്ട് പോർഷൻ എന്ന് പറയുന്നത് അത് 1/3 ഭാഗമാണ് അല്ലെ. 1/3 ഭാഗം ലെറ്റ് ഔട്ട്, 1/3 ഭാഗം സെൽഫ് ഒക്യുപ്പൈഡ്, 1/3 ഭാഗം ബിസിനസ് ഓർ പ്രൊഫഷൻ. അപ്പൊ നമ്മൾ ഈ MRV, FRV, സ്റ്റാൻഡേർഡ് റെന്റ് ഒക്കെ എടുക്കുമ്പോൾ ആ 1/3 മാത്രമേ എടുക്കാൻ പാടുള്ളൂ. എന്നാൽ ആക്ച്വൽ റെന്റ് 3,500 തന്നിട്ടുണ്ട്. അത് 1/3 കാണേണ്ട ആവശ്യമില്ല. എന്താ കാരണം, ലെറ്റ് ഔട്ട് പോർഷന് മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, റെന്റ് കിട്ടുള്ളൂ. അപ്പൊ അത് ഫുൾ എടുക്കാം, ബാക്കിയൊക്കെ 1/3 എടുക്കാവൂ. ഇൻട്രസ്റ്റ് ഓൺ ലോൺ 1/3 എടുക്കാവൂ. മുനിസിപ്പൽ ടാക്സ് 1/3 എടുക്കാവൂ. ഓക്കെ, അത് മാത്രം മൈൻഡിൽ ഓർത്താൽ മതി. പിന്നെ മിസ് ചെയ്തേക്കണം നോക്കിക്കോ. MRV 1,20,000 പെർ ആനം. സോ 1,20,000 1/3 കാണുമ്പോൾ 40,000 വന്നു. അതും FRV 1,32,000 into 1/3 44,000. രണ്ടും കൂടെ കമ്പയർ ചെയ്ത് ഹയർ എടുക്കുമ്പോൾ 44,000. ഇനി SRV 1,08,000 1/3 എടുക്കുമ്പോൾ 36,000 വരും. ഇവിടെ SRVയുടെ പ്രത്യേകത ഉണ്ട്, ഏതെടുക്കാവൂ, ലോവർ എമൗണ്ട് ആണ് ERV ആയിട്ട് എടുക്കാവൂ. അപ്പൊ 36,000. ഇനി അതും ആക്ച്വൽ റെന്റ് ആയിട്ട് കമ്പയർ ചെയ്യുക. ആക്ച്വൽ റെന്റ് എടുക്കുമ്പോൾ 3,500 into 12 42,000 ഇന്നർ കോഡ് എഴുതുക. എന്താ കാരണം, അൺറിയലൈസ്ഡ് റെന്റ് ഫോർ 3 months തന്നിട്ടുണ്ട്. അപ്പൊ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അൺറിയലൈസ്ഡ് റെന്റ് 3,500 into 3 10,500 ലെസ് ചെയ്തപ്പോ 31,500 എന്ന് വന്നു. അതില് ഹയർ സെലക്ട് ചെയ്യുക. ഹയർ എമൗണ്ട് ഏതാ, 36,000. വേക്കൻസിനെ പറ്റിയൊന്നും പറയാത്തത് കൊണ്ട് ഈ ഹയർ 36,000 ആണ് എന്ത്, GAV അഥവാ ഗ്രോസ് ആനുവൽ വാല്യൂ. മനസ്സിലായല്ലോ. ഇനി ഗ്രോസ് ആനുവൽ വാല്യൂ നമുക്ക് കിട്ടാവുന്ന ഒരേ ഒരു ഡിഡക്ഷൻ ആണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്, മുനിസിപ്പൽ ടാക്സ് പെയ്ഡ് ബൈ ദി ഓണർ. ഇവിടെ ടെനന്റ് ആണ് അടിച്ചേക്കണമെങ്കിൽ എടുത്തു പറഞ്ഞാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാത്തതുകൊണ്ട് ഓണർ തന്നെയാ കൊടുത്തേന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, ഡിഡക്ട് ചെയ്യാം. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, 14,400 മുനിസിപ്പൽ ടാക്സ് അടച്ചേക്കണത് മൊത്തം വീടിനാണ്. ലെറ്റ് ഔട്ട് പോർഷനെ കാണുമ്പോൾ അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ 4,800. അപ്പൊ നമുക്ക് എമൗണ്ട് എത്ര കിട്ടും, 31,200 കിട്ടി. അതിനെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, നെറ്റ് ആനുവൽ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നെറ്റ് ആനുവൽ വാല്യൂ നമുക്കിനി ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 24 ഉണ്ട്. ആ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 എന്ന് പറയുന്നത് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 24 ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് ആവുമ്പോൾ 2 ഡിഡക്ഷൻ ഉണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 30% ഓഫ് നെറ്റ് ആനുവൽ വാല്യൂ. അപ്പൊ 31,200ന്റെ 30% എന്ന് പറയുമ്പോൾ 9,360 ഒരു ഡിഡക്ഷൻ. പിന്നെ വരുന്ന ഡിഡക്ഷൻ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, അതും 96,000 അടച്ചേക്കുന്നത് മൊത്തം ഹൗസ് പ്രോപ്പർട്ടിക്കാണ്. നമുക്ക് അതിന്റെ 1/3 എന്ന് പറയുമ്പോൾ 32,000. ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിക്ക് അങ്ങനെ 2 ലക്ഷം വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടും.
സെൽഫ് ഓക്യുപ്പൈഡിന് മാക്സിമം 30,000 ഡിഡക്ഷൻ കിട്ടുള്ളായിരുന്നു. അതുകൊണ്ടാണ് മിസ്സോടെ 30 എടുത്തത്. ഇവിടെ നമുക്ക് അങ്ങനെ വിത്ത് നോ ലിമിറ്റ് ആണ്, എക്സംഷൻ ലിമിറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എത്ര എമൗണ്ട് ഉണ്ടോ അത്രയും നമുക്ക് ഡിഡക്ട് ചെയ്യും. അപ്പൊ 32,000 ഡിഡക്ട് ചെയ്തു. ടോട്ടൽ ഡിഡക്ഷൻ 41,360. ഇപ്പൊ എന്താ ഉണ്ടായി നോക്കൂ, നെറ്റ് ആനുവൽ വാല്യൂ 31,200 ഉള്ളൂ. എന്നാൽ ടോട്ടൽ ഡിഡക്ഷൻ 41,360 ഉണ്ട്. അപ്പൊ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് 10,160, 10,160. നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് അതിന് എന്ത് കൊടുക്കാം, ലോസ് എന്ന് പറയും. അപ്പൊ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടി യൂണിറ്റ് 1ൽ നിന്ന് ലോസ്, യൂണിറ്റ് 2ൽ നിന്നും ലോസ്. ഇനി യൂണിറ്റ് 3 ഓൺ ബിസിനസ്. നമ്മൾ പറഞ്ഞിട്ടല്ലോ എന്താ, ഓൺ ബിസിനസിന് പ്രൊഫഷൻ ഉപയോഗിക്കുന്ന ഹൗസ് പ്രോപ്പർട്ടി ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അപ്പൊ അത് നമ്മൾ എടുക്കണ്ട. ഇനി നമ്മൾ കാണേണ്ടത്, ഇത്ര എഴുതി നിർത്തരുത് നിങ്ങൾ കേട്ടോ. ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ എത്ര യൂണിറ്റ് ഉണ്ടോ അതിന്റെ നെറ്റ് ഇൻകം, ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും നെറ്റ് ഇൻകം കണ്ടുപിടിക്കണം. ലാസ്റ്റ് ആയിട്ട് നെറ്റ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എങ്ങനെ കിട്ടും, യൂണിറ്റ് 1 പ്ലസ് യൂണിറ്റ് 2 പ്ലസ് യൂണിറ്റ് 3. അപ്പൊ യൂണിറ്റ് 1 എന്ന് പറയുന്നത് നെഗറ്റീവ് 30,000 ലോസ്, യൂണിറ്റ് 2 എന്ന് പറയുന്നത് നെഗറ്റീവ് 10,160, അതും ലോസ് തന്നെയാണ്. യൂണിറ്റ് 3ക്ക് നില്ലാണ്, എടുക്കണ്ട. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വരും നോക്കി, നെഗറ്റീവ് 40,160. ആൻസർ നെഗറ്റീവ് ആയതുകൊണ്ട് ലോസ് ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. മനസ്സിലായോ? ഇനി ഇതിൽ ഒരെണ്ണം ലോസും ഒരെണ്ണം പ്രോഫിറ്റ് ആയിരുന്നെങ്കിലോ, അത് രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നെറ്റ് ഇൻകോ നെറ്റ് ലോസോ നെറ്റ് പ്രോഫിറ്റോ എഴുതിയാൽ മതിയായിരുന്നു. ഇവിടെ 2 ലോസ് ആണ്. അപ്പൊ ടോട്ടൽ ലോസ് തന്നെയാണ് ഹൗസ് പ്രോപ്പർട്ടിന്ന് കിട്ടിയിരുന്നത്. സോ ദിസ് ഈസ് ദ എല്ലാ ഒരുവിധ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ഉള്ള ഒരു പ്രോബ്ലം ആണ് ഇത്. ഇത് നന്നായി ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് ഹൗസ് പ്രോപ്പർട്ടിയുടെ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാം. ഓക്കെ, താങ്ക് യു.